ഒരു വിദ്യാലയത്തിൽ പഠിച്ച 2 പേർക്ക് ജ്ഞാനപീഠ പുരസ്കാരം നേടിയതിന്റെ ബഹുമതി കുമരനെല്ലൂർ സ്കൂളിനും ജി-കാപ്പിനും എക്കാലത്തും അഭിമാനിക്കത്തക്കതാണെന്ന് കവി ആലങ്കോട് ലീലാകൃഷ്ണൻ. കുമരനെല്ലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ പുറത്തിറക്കിയ സ്മരണിക ജാലകത്തിന്റെ പ്രകാശനവും MT വാസുദേവൻ നായർ അനുസ്മരണവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കുറെ പേര് ശ്രമിച്ചു. പക്ഷേ അന്നത്തെ പൂർവ്വ വിദ്യാർത്ഥി ഒരുപക്ഷെ ഈ MTക്ക് ജി-കാപ്പിന്റെ വിശിഷ്ടാംഗത്വം നൽകുന്നതിൽ ഭാഗമാകാൻ സാധിച്ചത് ഭാഗ്യമായി കരുതുന്നുവെന്ന് ആലങ്കോട് ലീലാകൃഷ്ണൻ. ഒരു വിദ്യാലയത്തിൽ പഠിച്ച 2 പേർക്ക് ജ്ഞാനപീഠ പുരസ്കാരം നേടിയതിന്റെ ബഹുമതി കുമരനെല്ലൂർ സ്കൂളിനും ജി-കാപ്പിനും എക്കാലത്തും അഭിമാനിക്കത്തക്കതാണെന്നും അദ്ദേഹം അനുസ്മരിച്ചു. ഈ വിദ്യാലയം നിലനിൽക്കേണ്ടത് നമ്മുടെ ജീവന്റെ നിലനിൽപ്പിന്റെ ആവശ്യമാണ്. ഓർമ്മകൾ മനുഷ്യനെ ജീവിപ്പിക്കും. ഒരു സങ്കടം വന്നാൽ നിങ്ങൾക്ക് കുമരനെല്ലൂരിലെ മുറ്റത്ത് വന്ന് ഈ മണ്ണ് മാന്തി നോക്കിയാൽ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്ത് നിങ്ങൾ കുഴിച്ചിട്ട ഒരു പുളിങ്കുരു ഈ മണ്ണിലുണ്ട് എന്ന് കാണും. 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നിങ്ങൾ കുഴിച്ചിട്ട മറ്റെന്തോ ഈ മണ്ണിലുണ്ട്. 10ാം ക്ലാസ്സിലെ ഏതോ പ്രണയത്തിന്റെ വളപ്പൊട്ട് ഇവിടെ വീണ് കിടക്കുന്നുണ്ട്. ഈ മണ്ണ് കുഴിച്ചു നോക്കിയാൽ നമുക്ക് മരണമില്ലാത്ത സ്മരണകൾ കിട്ടും. ഈ മണ്ണ് കുഴിച്ച് അടിയിലേക്ക് പോയാൽ തല കുനിച്ചിരിക്കുന്ന ഒരു മഹാബലിയെ കാണാനാകും. ആ മഹാബലി സമത്വത്തിന്റെ പ്രചാരകനാണ്. മണ്ണ് കുഴിച്ചാലേ ഇത് കിട്ടുന്നു. www.com പോയാൽ ഈ ഓർമ്മകളൊന്നും കിട്ടുകയില്ല. അതൊക്കെ ആവശ്യമാണ്. ഇനി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വരും, അത് പലതും തരും. പക്ഷേ ഈ വിദ്യാലയ മുറ്റത്തിരിക്കുമ്പോൾ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നത് പോലെ നൊസ്റ്റോമാനിയാന്നൊക്കെയാണ് പറയുമെങ്കിലും സാർത്ഥകതയുടെ ആനന്ദം ആ ആനന്ദത്തിന്റെ ഒരു സ്ഫുടീകരണമാണ്, ഒരു പൂർത്തീകരണമാണ് ജാലകം എന്ന സ്മരണിക. ആ ജാലകത്തിലൂടെ നോക്കിയാൽ നിങ്ങൾക്ക് നിങ്ങളുടെ നിഷ്കളങ്ക ബാല്യം കാണാം. മുഹമ്മദിലെയും കുമ്പിടിയിലെയും കൂറ്റനാട്ടെയും ഒക്കെ കഥകൾ എഴുതിയാണ് MT ലോക പ്രശസ്തനായത്. നിങ്ങൾക്ക് അത്ഭുതം തോന്നുന്നു. MT എഴുതിയ പ്രധാനപ്പെട്ട എല്ലാ കൃതികളിലും പ്രമേയവും സ്ഥലവും വിഷയവും ഈ പ്രദേശങ്ങളാണ്. ആകെ 2ാം ഊഴവും മഞ്ഞും മാത്രമാണ് വേറിട്ടുള്ള. വാരാണസിയിൽ പോലും കഥാപാത്രം ഈ പ്രദേശത്തുകാരനാണ്, സുധാകരൻ. ഈ പ്രദേശത്തിന്റെ കഥകൾ എഴുതിയിട്ടാണ് ലോക സാഹിത്യ ഭൂപടത്തിൽ MT പ്രശസ്തനായത്. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ ചടങ്ങിൽ അനുമോദിച്ചു. തുടർന്ന് സ്കൂൾ വിദ്യാർത്ഥികളുടെയും പൂർവ്വ വിദ്യാർത്ഥികളുടെയും കലാപരിപാടികളും നടന്നു. ജി-കാപ്പ് പ്രസിഡന്റ് രാജീവ് പാറയിൽ അധ്യക്ഷത വഹിച്ചു. PV നാരായണൻ, P രാമചന്ദ്രൻ, VT വാസുദേവൻ, P രാമൻ, PP രാമചന്ദ്രൻ, രാമകൃഷ്ണൻ കുമരനെല്ലൂർ, VK മനോജ് കുമാർ, പ്രിൻസിപ്പൽ മൃദുല, പ്രധാന അധ്യാപിക MS ബിന്ദു, KV ബാലകൃഷ്ണൻ, SV ശുഭശ്രീ, M ബാവ, അലി കുമരനെല്ലൂർ, CM അലി, സെക്രട്ടറി VA ലത്തീഫ്, രാമദാസ് കക്കിടിപ്പുറം എന്നിവർ പ്രസംഗിച്ചു. NCV ന്യൂസ് തൃത്താല.